ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോ ഇട്ടപ്പം അത് കണ്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ കരുതി അത് ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം ആ വീഡിയോ ആണിത്. ഞാൻ അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണെന്നൊക്കെ. അപ്പൊ ഞാൻ അത് ഓരോന്നായിട്ട് പറഞ്ഞ അതിന്റെ റിപ്ലൈ ആയിട്ടിടാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് എൻ്റെ അടുത്ത് കോഴ്സ് ഫീ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചപ്പോഴത്തേക്ക് 50,000 രൂപയായിരുന്നു. പക്ഷെ ഇപ്പോ അത് 6 മന്തിനായിരുന്നു. പക്ഷെ ഇപ്പോ 1 ഇയർ ഒക്കെ ആയതുകൊണ്ട് എത്രയാണെന്ന് അറിയില്ല. പിന്നെ 6 മന്ത് ഇപ്പൊ കൂടിയെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചപ്പോഴത്തേക്കും 6 മന്ത് കോഴ്സിന് 50,000 രൂപയായിരുന്നു. പിന്നെ വന്നിട്ട് ഈ കോഴ്സ് എവിടെയാ പഠിച്ചത്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പഠിച്ചതിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഠിച്ചത് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തമ്പാനൂർ. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് എവിടെയാ, ഞാൻ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റൽ ശാസ്തമംഗലം. ഇവിടെ വന്നിട്ട് സാലറിയാണ് ചോദിച്ചേക്കുന്നത്. സാലറി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് സാധാരണ ഒരു 10 to 12K കിട്ടാറുണ്ട്. എന്റെ ഫ്രണ്ട്സിന് കിട്ടുന്നവരുണ്ട്. ഇപ്പോ അവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും എനിക്ക് സാലറി എനിക്ക് അത്ര ഒന്നും കിട്ടുന്നില്ല. അതുകൂടാതെ എനിക്ക് സാലറി ആയിട്ടല്ല സത്യം പറഞ്ഞാൽ അവർ തന്നത്. പിന്നെ ഈ മാസം കൂടെ തരുവാണെങ്കിൽ എനിക്കത് സാലറി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അവര് എന്നോട് ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് എന്റെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോ അവരെന്റെ അടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാൻ ഞാൻ ഓക്കെ പറഞ്ഞെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് ആവും. നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ CV നമ്മൾ കൊണ്ടിടുമ്പോഴത്തേക്കും നമുക്ക് അവരെന്തായാലും എക്സ്പീരിയൻസാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ കരുതി ഓക്കെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആകുമല്ലോ എന്ന് കരുതി. 2 നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് അവരെന്തെങ്കിലും തരും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എനിക്ക് ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് 10K കിട്ടിയില്ല, പക്ഷെ 10K അടുപ്പിച്ച് എനിക്ക് കിട്ടി. യൂഷ്വലി നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 12K എങ്കിലും കിട്ടും, അതിൽ കൂടുതൽ പോകത്തില്ല. 1 ഇയറിന്റെ 6 മന്തിന്റെ കോഴ്സിന്റെ ഇതെന്താ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ 6 മന്ത് പഠിച്ച കുട്ടിയും 1 ഇയർ പഠിച്ച കുട്ടിയും ഒരുമിച്ച് കൊണ്ട് CV ഒരിടത്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവിടെ കൂടുതൽ പ്രയോറിറ്റി വരുന്നത് 1 ഇയർ പഠിച്ച കുട്ടിക്കായിരിക്കും. അതാണ് അതിന്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കുറച്ച് പ്രയോറിറ്റി 1 ഇയർ പഠിച്ച പിള്ളേർക്കാണ്. പിന്നെ അവർ കുറച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അറിഞ്ഞത്, എന്റെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്റെ സാറിന്റെ അടുത്ത്, ഇതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പൊ എന്റെ സാറ് പറഞ്ഞത്, ഞങ്ങൾ 6 മാസം പഠിക്കുന്നത് അത് 1 ഇയർ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്ത് 1 ഇയർക്കാർക്ക് പഠിക്കാൻ കിട്ടും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വാക്കൻസി ഉണ്ടോ എന്റെ ഹോസ്പിറ്റലിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വാക്കൻസി ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് വാക്കൻസി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇടയ്ക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്താണ് ആ കുട്ടീനെ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം സിസ്റ്റം എന്താണെന്ന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ആ കുട്ടി ജോയിൻ ചെയ്തിട്ട് 1 വീക്കൊന്നും ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റിന്റെ കാര്യം. എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ വെക്കാം. എനിക്ക് ഇന്റർനാഷണൽ ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഞാൻ എക്സാം എഴുതിയപ്പോൾ കിട്ടിയത്. 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് ഇന്റർനാഷണൽ ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും 2 ജെയിൻ സർട്ടിഫിക്കറ്റും ആണ്. പിന്നെ എൻ്റെ അടുത്ത് ജോബൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ജോബൊക്കെ എനിക്ക് ഓക്കെയാണ്. ഞാൻ എൻ്റെ ജോബിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം പ്രത്യേകിച്ച് പണിയുണ്ടോയെന്ന് വെച്ചാൽ നിന്ന് തിരിയേണ്ട പണിയൊന്നുമില്ല. നമ്മൾ ഒരു കസേരയിലിരിക്കുക, എൻ്റെ ഫ്രണ്ടിൽ സിസ്റ്റം ഉണ്ടാവും. സിസ്റ്റം നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവർക്ക് നമുക്ക് പണി എളുപ്പമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.